ഇന്ന് എൻ്റെ കൂടെ ഏഷ്യാനെറ്റ് ചാനലിൽ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന മഴ തോരും മുൻപേ എന്ന സീരിയലിൽ കൃഷ്ണമോളാണ് ജോയിൻ ചെയ്യുന്നത്. ജാൻവിക്ക് എന്താ ഇഷ്ടം? അതായത് ജാൻവി എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം, കൃഷ്ണമോളെ എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം? അത് എനിക്ക് ജാൻവി എന്ന് വിളിക്കുന്നതന്നെയാണ് ഇഷ്ടം. പക്ഷെ എന്നെ അറിയാത്തവരെ കൃഷ്ണമോൾ എന്ന് വിളിക്കുന്നത് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എങ്ങനെയാ മുത്തശ്ശിമാരും അമ്മമാരൊക്കെ എന്താ പറയാറ് കൃഷ്ണമോളെ കാണുമ്പോൾ? മുത്തശ്ശിമാരും അമ്മമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നിന്റെ അമ്മയോട് പറയണം ആ അലീനേനൊന്നും ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിച്ചുകൂടാ. ഒരു ഹീറോയിനായിട്ട് വരുവാണെങ്കിൽ ആർട്ടാ ഹീറോയിൻ ആണോ? എനിക്ക് സന്ദീപ് ചേട്ടന് ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ ആക്ടറിന്റെ കൂടെ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം, ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. കിട്ടിയ ഭയങ്കര ഒരു ലക്കായിരിക്കും അത് അഭിനയിക്കാൻ കിട്ടി. റൈഫിൾ ക്ലബ് ആയിരുന്നു ഞാൻ കുറെ ആർട്ടിസ്റ്റ്, അതായത് വലിയ വലിയ ആർട്ടിസ്റ്റിനെ കണ്ടൊരു മൂവി റൈഫിൾ ക്ലബ്ബാ. ഞാൻ ചോദിച്ചു ഇത് റിയൽ ആണോ എന്ന് ചോദിച്ചു. അതായത് നമ്മ പോകുന്ന കാറിൽ ഒരു ഗണ്ണുണ്ടായിരുന്നു. അപ്പൊ അത് നല്ല വെയിറ്റ് ഉണ്ട്, പക്ഷെ റിയൽ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള ഒരു ഗണ്ണ്. ചോദിച്ചപ്പോ അവരെന്താ പറഞ്ഞു? ഞാൻ ചോദിച്ചപ്പോ റിയൽ അല്ലാന്നാ പറഞ്ഞത്. 0.32 വരും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ ഏഷ്യാനെറ്റ് ചാനലിൽ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന മഴ തോരും മുൻപേ എന്ന സീരിയലിൽ കൃഷ്ണമോളാണ് ജോയിൻ ചെയ്യുന്നത്. ആൻഡ് ഇതിനോടകം തന്നെ ഒരുപാട് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. സോ വെൽക്കം. ഹലോ. ഹലോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൃഷ്ണ മോൾ എന്നാണ് വിളിക്കുക. കൃഷ്ണമോൾ, അതായത് ഇപ്പോൾ എന്നെ അറിയാത്തവര് പുറത്തൊക്കെ പോയാൽ കൃഷ്ണമോൾ എന്ന് പറഞ്ഞിട്ടാ വരാ. ജാൻവി എന്നുള്ള പേര് മൊത്തത്തിൽ ആൾക്കാർ മറന്നു തുടങ്ങിയോ? അതായത് എന്നെ അറിയുന്നവർക്ക് ജാൻവി തന്നെയാണ്, പക്ഷെ അറിയാത്തവർക്കൊക്കെ മെയിൻലി കുറച്ച് ഏജ് ആയിട്ടുള്ള ഒരു ആൻറ്റിമാരൊക്കെ ഉണ്ടാവല്ലോ, അവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ക്യാരക്ടർ, കൃഷ്ണമോൾ എന്ന് പറയുന്ന ക്യാരക്ടർ. എനിക്ക് തോന്നുന്നു സീരിയൽസ് എന്ന് പറയുമ്പോഴേക്കും കുടുംബ പ്രേക്ഷകരിലേക്ക് ഏറ്റവും കൂടുതൽ റീച്ചായിട്ട് എത്തുന്നൊരു, ഇപ്പോൾ സിനിമേനേക്കാളും വീട്ടിലുള്ള ആളുകൾക്ക്, ഇപ്പോൾ അമ്മമ്മമാർ, കുറച്ച് പ്രായമുള്ള ആൾക്കാർ, വീട്ടിലുള്ള അമ്മമാരൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നത് സീരിയലാണ്. ഈവനിങ് ആയിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലും എൻ്റെ ഉമ്മയുണ്ട് 6 മണിക്ക് സീരിയൽ തുടങ്ങിയ ലാസ്റ്റ് സീരിയൽ വരെ അവിടെ നിന്ന് എഴുന്നേക്കില്ല. അപ്പോൾ അവരുടെ ഇടയിലേക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത സിനിമേനെ വെച്ച് നോക്കുമ്പോൾ സീരിയലിലാണോ കൂടുതൽ? സീരിയലിലാകുമ്പോൾ കൂടുതലും ഈ അതായത് ഏജ് ആയിട്ടുള്ള ആൻറ്റിമാരൊക്കെയാണ്, അവരൊക്കെ ഭയങ്കര സ്നേഹമാണ്. നമുക്ക് നേരിട്ട് അറിയില്ലെങ്കിലും അവർ കാണുമ്പോൾ ഭയങ്കര സ്നേഹവും കെട്ടിപ്പിടിക്കലും, അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ. എത്ര നാളായി ഇപ്പം ഈ മഴ തോരും മുൻപേ ജോയിൻ ചെയ്തിട്ട്? മഴ തോരും മുമ്പേ ഇത് ടെലികാസ്റ്റ് തുടങ്ങിയിട്ട് തന്നെ ഒരു 7 മാസം എങ്ങനെയായുള്ളൂ. സ്റ്റാർട്ടിങ് മുതലേ ഈ ഒരു ക്യാരക്ടർ വന്ന സമയത്ത് എങ്ങനെയാ അപ്പം, കാരണം ഇതിനു മുന്നേ സിനിമകളല്ലേ ചെയ്തുകൊണ്ടിരുന്നത്, അപ്പം പെട്ടെന്ന് സീരിയലിലേക്ക് എന്താ അത്? ഫസ്റ്റ് ഓഫ് ഓൾ സിനിമയിൽ നിന്ന് നോർമലി നമ്മൾ സീരിയലിൽ നിന്ന് സിനിമകളിലേക്ക് പോകും. ഇപ്പൊ സിനിമകളും ചെയ്യുന്നുണ്ട്, ഓൾട്ടർനേറ്റീവ്ലി സീരിയലും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സീരിയൽ എടുക്കാം എന്നുള്ളൊരു പ്ലാൻ എന്തായിരുന്നു? സീരിയൽ എടുക്കാന്ന് പറയുമ്പോൾ ഇത് മറ്റേ ചില സീരിയലില് ഇങ്ങനെ ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യുക അതുപോലെയല്ല ഈ സീരിയല്, നോർമലായിട്ട് തന്നെയാണ് ആക്ടിങ് ഒക്കെ. പിന്നെ അങ്ങനെ ഇത് എടുത്തു. ഈ ഒരു നല്ലൊരു വർക്കാണ്, ജോയിസി സാറാണ് ഇതിന്റെ റൈറ്റർ, അപ്പൊ നല്ലൊരു വർക്കായതുകൊണ്ട് ഇതിൽ ജോയിൻ ചെയ്തു. എനിക്ക് തോന്നുന്നു ജോയിസി സാറിന്റെ ഇതിന് മുന്നുള്ള സീരിയൽസ് ആണെങ്കിലും ഭയങ്കര ഹിറ്റാണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പ്രത്യേകത ഓവർ കാട്ടിക്കൂട്ടലുകളില്ല. ഇപ്പൊ കോസ്റ്റ്യൂംസ് ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും, വീട്ടിലുള്ള ആൾക്കാരെ പോലെ തന്നെ. ഈ സീരിയലിലും കോസ്റ്റ്യൂംസ് ഒക്കെ ഞാൻ യൂഷ്വലി നൈറ്റ് ഡ്രസ്സും പിന്നെ എൻ്റെ അമ്മയായിട്ട് ചെയ്യുന്നവരൊക്കെ മാക്സി ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ നോർമലി ചില സീരിയൽസിന് ട്രോൾ ഉണ്ടല്ലോ, ഇത്രയുള്ള മാലയൊക്കെ ഇട്ട് കിച്ചണിൽ വർക്ക് ചെയ്യാന്നൊക്കെ. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇങ്ങനെയുള്ള സീരിയലുകൾ പ്രേക്ഷകർക്കും കുറച്ചും കൂടി ഇഷ്ടമാണ്. എങ്ങനെയാ ഈ ഒരു ക്യാരക്ടറിലേക്ക് വന്നത്, കൃഷ്ണമോളിലേക്കും? ഇത് തന്നെ ഒരു ഭാസ്കർ എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഉണ്ടായിരുന്നു, എൻ്റെ ഡാൻസ് ടീച്ചറൊക്കെ കാസ്റ്റ് ചെയ്ത ചേട്ടനാണ്. അപ്പോൾ ഞാൻ ഈ ഡാൻസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് എന്നെ അങ്ങനെ പരിചയമായി ഇതിലേക്ക് വിളിച്ചതാണ്.
സീരിയലിലേക്ക്. അപ്പൊ എന്താ അപ്പൊ കൃഷ്ണമോളുടെ ഒരു നമ്മളിപ്പോ ഒരു ക്യാരക്ടറിലേക്ക് വിളിക്കുമ്പോൾ ഇങ്ങനെ പറയുമല്ലോ, ക്യാരക്ടർ ഇങ്ങനെയാണ്, ഇത്ര എപ്പിസോഡ്സ് ഉണ്ടാവും, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ബ്രീഫിങ് എന്തൊക്കെയായിരുന്നു ആദ്യം പറഞ്ഞത്? ഇത് മെയിൻലി ഇതൊരു പോസിറ്റീവ് ക്യാരക്ടറാണ്, അതായത് നായികയുടെ അനിയത്തി ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ക്യാരക്ടറാണ്. അപ്പോൾ എപ്പിസോഡ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ത്രൂ ഔട്ട് ഫുൾ ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഇപ്പം എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു സീരിയലാണല്ലോ മഴതോരും മുൻപേ. അപ്പം എങ്ങനെയുണ്ട് സെറ്റില്? എല്ലാവരുമായിട്ടും ഭയങ്കര കമ്പനിയാണ്. ഈ സിനിമേനേക്കാളും സിനിമ നമുക്ക് കുറച്ച് ഡേയ്സ് ഒക്കെ ഷൂട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സീരിയലിൽ തന്നെ ഞാൻ ഒരു 8 months എങ്ങാനായി സീരിയലിൽ. അപ്പോൾ എല്ലാവരുമായിട്ടും ഭയങ്കര കമ്പനിയാണ്. നമ്മൾ നോർമലി എല്ലാവരുമായിട്ടും, അതായത് ഡയറക്ടർ ആയാലും നമ്മളോട് എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത്, ചേച്ചിയായിട്ട് അഭിനയിക്കുന്നത്, ചേട്ടനായിട്ട് അഭിനയിക്കുന്നത്, എല്ലാവരും സ്വന്തം ഒരാൾക്കാർ പോലെ തന്നെയായി. ഇപ്പോൾ സെറ്റിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആള് ജാൻവിയാണോ? അതായത് എൻ്റെ ആ ഒരു വീട്ടിൽ ഞാനാണ്, പക്ഷെ വേറൊരു കൊച്ചുകുട്ടിയും കൂടി ഉണ്ട്, 3 വയസ്സുള്ള. ഓക്കെ. ഏറ്റവും കൂടുതൽ കമ്പനി ആരായിട്ടാ? അങ്ങനെയല്ല, നമ്മളെല്ലാവരും എൻ്റെ ചേച്ചിയായിട്ട് അഭിനയിക്കുന്ന ഷഹനാസ്, പിന്നെ വേദ, എല്ലാവരും, രാഹുലേട്ടൻ, നികിരേച്ചി, വൈഷ്ണവേച്ചി, എല്ലാവരും. പിന്നെ എൻ്റെ കൂടെ വീട്ടിലല്ലെങ്കിലും നമ്മൾ താമസിക്കുന്ന, അതായത് സീരിയലിൽ എൻ്റെ കൂടെ അല്ലെങ്കിലും താമസിക്കുന്ന ഒരു വീട്ടിലാണ് കിസിയ എന്ന് പറഞ്ഞാൽ. നമ്മൾ എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. ഓക്കെ. എങ്ങനെയാ ഇപ്പൊ സീരിയലിന്റെ ഷൂട്ട്? അതായത് ഞാൻ കേട്ടിട്ടുണ്ട് മാസത്തിൽ ഇത്ര ദിവസം ഷൂട്ട് ഉണ്ടാവും, ഇത്ര ദിവസം ഷൂട്ട് ഉണ്ടാവില്ല. ഇത് ഷെഡ്യൂള് വരുന്നത് 15 to 30, 15 to 30 വരെയാണ് ഷെഡ്യൂൾ. ബാക്കിയുള്ള ദിവസങ്ങളിൽ അപ്പം എന്ത് ചെയ്യും? ബാക്കിയുള്ള ദിവസങ്ങൾ സ്കൂളിൽ പോകും. വരുമായിരുന്നു. പക്ഷെ ഈ ഒരു 2 months ആയിട്ട് ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. അത് എനിക്ക് അതിനിടയിൽ ഒരു മൂവിയുടെ ഷൂട്ട് വന്നു, ഡിസ്കോ എന്ന് പറഞ്ഞൊരു മൂവിയുടെ. അപ്പോൾ സ്കൂളിൽ പോയിട്ടേ ഇല്ല. എത്രയിലും ഇപ്പൊ പഠിക്കുന്നത്? 8th. അപ്പം ഇങ്ങനെ ക്ലാസ് കട്ട് ചെയ്യുമ്പോൾ എന്താ സ്കൂളിലെ ടീച്ചേഴ്സിന്റെയും പ്രിൻസിപ്പലിന്റെ ഒക്കെ ഒരു HM ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. സീരിയല് വരുന്നുണ്ട്, ലീവ് തരുന്നുണ്ട്, അതന്നെ വലിയൊരു സപ്പോർട്ടാണ്. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ നോട്ട് അയച്ചു തരും, അങ്ങനെ നോട്ട് എഴുതും. എനിക്ക് തോന്നുന്നു 15 ദിവസം ഷൂട്ട് ചെയ്ത് ബാക്കി ഇപ്പൊ 15 ദിവസത്തിലാണെങ്കിലും ഹോളിഡേയ്സ് ഒക്കെ ഉണ്ടാവല്ലോ, അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നോട്ടൊക്കെ എഴുതി എങ്ങനെ പഠിക്കണേ? ഇത് സൈല ഇപ്പോ ജോയിൻ ചെയ്തിട്ടുണ്ട്, സൈലത്തിന്റെ ക്ലാസ് കേൾക്കും ഇടയ്ക്ക്. അങ്ങനെ എങ്ങനെ മാനേജ് ചെയ്യുന്നേ? അതായത് ഷൂട്ട്, അതായത് നമുക്ക് ഡയലോഗ്സ് പ്രോംപ്റ്റ് ഉണ്ടെങ്കിലും അതൊന്നും വായിച്ചൊക്കെ നോക്കണമല്ലോ, സീൻ വായിക്കുള്ളൂ. അപ്പൊ അതും പിന്നെ ക്ലാസ്സിലെ പഠിത്തവും എപ്പോഴായിരുന്നു പഠിക്കുക? നോർമലി ഇപ്പൊ ബ്രേക്ക് ഉണ്ടാവും, 15 to 30 ആണെങ്കിലും ഇടയ്ക്ക് ബ്രേക്ക് ഉണ്ടാവും. അങ്ങനെ നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ക്ലാസ് ഒക്കെ കേൾക്കും. പിന്നെ ഇനിയിപ്പോ മാർച്ചിലെ എക്സാമിനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, അത് നോക്കണം. ഫെബ്രുവരി തീരാറ്. അതെ, ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, അത് നോക്കണം. ഇനി ടെൻഷൻ ഉണ്ടോ? അപ്പൊ ടെൻഷൻ ചെറുതായിട്ട്, പക്ഷെ ഞാൻ ടൈം ആവുമ്പോൾ പഠിച്ചെടുക്കും. അത് എങ്ങനെയാ പഠിക്കാൻ? ഭയങ്കര ഒരു പെട്ടെന്ന് പഠിക്കും, ടെൻഷൻ അടിക്കേണ്ട അങ്ങനെ ഒരു ഇതാണോ, അല്ലെങ്കിൽ ഒരു ആവറേജ് ആണോ, അല്ലെങ്കിൽ ഒരു ബാക്ക് ബെഞ്ചർ ആണോ? മുമ്പ് നന്നായിട്ട് പഠിക്കായിരുന്നു, ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കായിരുന്നു. ഇപ്പൊ കുറച്ച് ബാക്കായെങ്കിലും പഠിക്കുന്നുണ്ട്. ജാൻവിക്ക് എന്താ ഇഷ്ടം? അതായത് ജാൻവി എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം, കൃഷ്ണമോളെ എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം? അത് എനിക്ക് ജാൻവി എന്ന് വിളിക്കുന്നത് തന്നെയാണ് ഇഷ്ടം, പക്ഷെ എന്നെ അറിയാത്തവരെ കൃഷ്ണമോൾ എന്ന് വിളിക്കുന്നത് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഈ പുറത്തിറങ്ങുന്ന സമയത്ത് ഇപ്പം പൊതുവെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സീരിയലിലുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക സ്നേഹം കിട്ടും കുടുംബ പ്രേക്ഷകരുടെ അടുത്തുള്ള. അത് പ്രത്യേകിച്ച് പോസിറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോൾ. അതെ, ഞാനിങ്ങനെ പണ്ട് കേട്ടിട്ടുണ്ട് ഭയങ്കര നെഗറ്റീവ് ക്യാരക്ടർ ചെയ്ത ആൾക്കാർ പുറത്തിറങ്ങുമ്പോൾ അമ്മൂമ്മമാരൊക്കെ വന്ന് തല്ലിയിട്ടുണ്ടെന്ന്. അതേപോലെ തന്നെ പോസിറ്റീവ് ചെയ്യുന്ന ആൾക്കാരെയും ഇതേപോലെ പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര സ്നേഹം കിട്ടില്ലേ? അപ്പൊ അങ്ങനെ എന്തൊക്കെ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട് പുറത്ത്? എല്ലായിടത്തും റെയിൽവേ സ്റ്റേഷനിൽ പോയാലും കുറച്ച് ഇങ്ങനെ നോക്കും കുറച്ചു നേരം, അപ്പോഴായിരിക്കും കത്തുക കൃഷ്ണമോളില്ല, അപ്പോൾ ഓടി വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കും. ഇപ്പൊ അമ്പലത്തിൽ പോയാലും നാട്ടിലൊരു ഉത്സവം ഉണ്ടായിരുന്നു, അപ്പൊ എല്ലാ ആന്റിമാരും വന്ന് ഫോട്ടോ എടുത്തു. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഓക്കെ. എത്ര വയസ്സ് മുതലായി ഒരു ആക്ടിങ്? ഞാൻ ആക്ടിങ് 4th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് മൂവി ചെയ്തത്. പിന്നെ ഡാൻസ് ഞാൻ മുമ്പേ പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ. ഓക്കെ. ഇപ്പൊ മൊത്തം എത്ര 6 എത്ര സിനിമ ചെയ്തില്ല? 8 മൂവി ചെയ്തു. 8 മൂവി ചെയ്തു. ഇപ്പൊ റീസെന്റ് റിലീസ് ശുക്രൻ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ശുക്രൻ്റെ ഒരു എക്സ്പീരിയൻസസ് ഒക്കെ? ശുക്രനിലെ എക്സ്പീരിയൻസ് വെച്ചാൽ ശുക്രനിൽ കയറിയതിനു ശേഷമാണ് കൂടുതലായിട്ട് ഈ പ്രൊമോഷനൊക്കെ പോയത്. ഞാൻ ശുക്രൻ മൂവിക്കാണ്. പിന്നെ അവിടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണെങ്കിലും ഭയങ്കര രസമായിരുന്നു. അത് സ്കൂളായിരുന്നു, 5 ദിവസമായിരുന്നു, സ്കൂളായിരുന്നു ഫുള്ളും. അപ്പം അങ്ങനെ നല്ല രസമായിരുന്നു. ഓക്കെ. അതായത് 5 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ ശുക്രന്. നിങ്ങളുടെ ശുക്രന്റെ പ്രൊമോഷൻ റീൽസ് ഒക്കെ ഭയങ്കര വൈറലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ബിപിൻ ചേട്ടൻ, ബാക്കിയുള്ള ആർട്ടിസ്റ്റ് എല്ലാവരും? ആദ്യ ചേച്ചിയും ബിപിൻ ചേട്ടനൊക്കെ ഭയങ്കര പാവാണ്. നമ്മൾ അധികം നേരിട്ട് കണ്ടിട്ടില്ല, ചൈൽഡ്ഹുഡ് ആയതുകൊണ്ട് തന്നെ ഒന്നിച്ച് അങ്ങനെ ഷൂട്ട് ഉണ്ടായിരുന്നില്ല.
പക്ഷെ അവര് ഭയങ്കര കമ്പനിയായിരുന്നു, ആദ്യ ചേച്ചിയൊക്കെ. ഓക്കെ, എങ്ങനെയാ ഇപ്പൊ ശുക്രനിലേക്ക് ഒരു കോൾ വന്നത്? ശുക്രനിലെ അനുക്കുട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ വിളിച്ചതാ. അപ്പോൾ ചേട്ടൻ വിളിച്ചിട്ട് ഡയറക്ടറും റൈറ്ററൊക്കെ കൂടി കാസ്റ്റ് ചെയ്ത് വിളിച്ചതാ. ഓക്കെ, ഇപ്പൊ ഇത്രയും സിനിമകൾ ചെയ്തു, ഇപ്പൊ ഒരു ഹിറ്റ് ആയിട്ടുള്ള ഒരു സീരിയലിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നു. അപ്പൊ എങ്ങനെയാ സ്കൂളിലെ ഫ്രണ്ട്സ് ഒക്കെ വല്ലപ്പോഴും സ്കൂളിൽ പോകുന്ന ഒരു മാവേലിയാണല്ലോ, അപ്പൊ എങ്ങനെയാ അവർ ട്രീറ്റ് ചെയ്യുന്നത്? ഫ്രണ്ട്സ് ഇതിനെപ്പറ്റി വലിയൊരു സംസാരിക്കലൊന്നുമില്ല, പക്ഷെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഭയങ്കര ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും, അങ്ങനെ ഓടി വരെയൊക്കെ ചെയ്യും. പക്ഷെ ഫ്രണ്ട്സ് അങ്ങനെ വലിയൊരു മൈൻഡൊന്നുമില്ല ഇതിനെപ്പറ്റി, വലിയ സംസാരിക്കലൊന്നുമില്ല. ഇങ്ങനെ എന്തെങ്കിലും പറയാറുണ്ടോ, നീ ആ ക്യാരക്ടർ ഇങ്ങനെ ചെയ്തത് അങ്ങനെയാണ്, ഇങ്ങനെ ചെയ്തത് അങ്ങനെ ഒന്നും പറയാറില്ല? അവര് സീരിയൽ കാണുമ്പോ ഇടയ്ക്ക് വീഡിയോ ഒക്കെ എടുത്തിടും എന്നല്ലാണ്ട് അങ്ങനെ കൂടുതൽ പറയാറൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ആരാ? ആക്ടിങ് ഒക്കെ കണ്ടിട്ട് ഇത് കൊള്ളാം അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി നന്നാക്കണമായിരുന്നു എന്നൊക്കെ പറയുന്നത് അച്ഛൻ പറയും. അച്ഛൻ വിളിച്ചിട്ട് ഇപ്പോ സീരിയൽ കഴിഞ്ഞ ഉടനെ വിളിക്കും, എന്നിട്ട് അന്നത്തെ സ്റ്റോറി ഫുൾ എനിക്ക് പറഞ്ഞു തരും. എന്നിട്ട് അത് അങ്ങനെ ചെയ്ത് നന്നായിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യായിരുന്നു, അതൊക്കെ അച്ഛൻ പറഞ്ഞു തരും. ഏറ്റവും കൂടുതൽ ടഫ് എങ്ങനെയാ, അതായത് സിനിമ ചെയ്യാനാണോ സീരിയൽ ചെയ്യാനാണോ? അങ്ങനെ ടഫ് രണ്ടും. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ സീരിയലിൽ തന്നെ ഓവർ ആക്ടിങ് ആയിട്ടില്ല, നോർമൽ ആയിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് രണ്ടും ഒരുപോലെയാണ്. ഏറ്റവും ഇഷ്ടം ഏതാ? ഇത് സിനിമ ചെയ്യാനാണ് ഇഷ്ടം, പക്ഷേ ഈ സീരിയലും ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ ഈ മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നല്ലോ ശുക്രനൊക്കെ ചെയ്തത് അല്ലേ? ശുക്രൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് മഴതോർ മുമ്പിലേക്ക് കയറിയത്. ഓക്കെ, അപ്പൊ സീരിയൽ ചെയ്തോണ്ടിരിക്കുമ്പോൾ വേറെ മൂവി ഇടയിൽ വന്നിട്ടില്ല? ഇപ്പൊ ഡിസ്കോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാ മാനേജ് ചെയ്യുക? കാരണം ടൈമിങ്, ഇവിടെ ഷൂട്ട്, അവരുടെ ഷൂട്ട്, ഇത് ചില ഡേറ്റ്സ് ഒക്കെ സീരിയൽ അഡ്ജസ്റ്റ് ചെയ്ത് തരും സിനിമയിലേക്ക് പോവാൻ. അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യും. സീരിയലുകാർക്കും ഡയറക്ടർക്കൊക്കെ ഡേറ്റ് തരും നമുക്ക് പോകാൻ വേണ്ടി. കുഴപ്പമില്ല. അപ്പൊ എങ്ങനെയാ ഒരു സീരിയൽ ഷൂട്ടുള്ള ഒരു ഡേ എങ്ങനെയാണ്? ജാൻവിയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയായിരിക്കും? എത്ര മണിക്ക് എഴുന്നേറ്റ് മേക്കപ്പ് ഇട്ട്? 6 മണിക്ക് എഴുന്നേക്കും. ഇത് 6:30 വണ്ടി വരും. നമ്മൾ പിക്ക് ചെയ്തിട്ട് ലൊക്കേഷനിൽ ചെന്നിട്ട് ലൊക്കേഷനിൽ മേക്കപ്പ് ചെയ്യും. ഞാൻ ഇപ്പൊ ഇടയ്ക്കായിട്ട് ഞാൻ ഓൺ മേക്കപ്പാണ് ചെയ്യുന്നത്. ഓൺ മേക്കപ്പ് ചെയ്തിട്ട് കോസ്റ്റ്യൂം ഇട്ട് ഷൂട്ടിന് പോകും. ബ്രേക്കിന് മുമ്പേ ഒരു സീൻ എടുക്കും, പിന്നെ ബ്രേക്ക് കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് അടുത്ത സീൻ എടുത്തിട്ട്, എല്ലാ സീനിലും ഉണ്ടാവില്ല, സീൻ എടുത്ത് ഉച്ചക്കത്തെ ബ്രേക്ക് കഴിഞ്ഞു കുറച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും സീൻ എടുക്കും. നൈറ്റ് ഒരു 9:30 ആകുമ്പോഴേക്കും പാക്കപ്പ് ആവും. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് 15 ഡേയ്സ് ഉണ്ടാവും? അങ്ങനെ കണ്ടിന്യൂസ് 15 ഡേയ്സ് ഉണ്ടായ ഷെഡ്യൂളും ഉണ്ട്, 10 ഡേയ്സ് ഒക്കെ ഉണ്ടായ ഷെഡ്യൂളും ഉണ്ട്. ടയേർഡ് ആവാറുണ്ടോ? അങ്ങനെ ടയർഡ് ആവാറില്ല, കാരണം നമുക്ക് അവിടെ റൂം ഉണ്ട് റെസ്റ്റ് ചെയ്യാനൊക്കെ. കുഴപ്പമില്ല. എങ്ങനെയാ, അതായത് വേറെ ആള് മേക്കപ്പ് ചെയ്തിട്ട് സ്വന്തം മേക്കപ്പ് ആണ് ഇപ്പൊ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ആ ഒരു സ്വയം മേക്കപ്പ് ചെയ്യാൻ ആ ഒരു മാറ്റം എങ്ങനെയായിരുന്നു? അതായത് ഇപ്പൊ അധികവും സ്വയം ഓൺ മേക്കപ്പാ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഞാനും അവരൊക്കെ പറഞ്ഞു നീ ചെയ്ത് പഠിക്കുക, സ്വന്തമായിട്ടൊക്കെ ചെയ്ത് പഠിക്കുന്ന പറഞ്ഞ് ചെയ്ത് തുടങ്ങിയതാ. ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്തപ്പോ തന്നെ എല്ലാരും അപ്രീഷിയേറ്റ് ചെയ്തോ? എനിക്ക് ഫസ്റ്റ് മേക്കപ്പ് പറഞ്ഞ എനിക്ക് കണ്ണൊക്കെ ഐഷോഡ് ചിലപ്പോൾ ഇടുമ്പോൾ കൂടിപ്പോവും, അത് ഞാൻ മായ്ച്ച് കുറയ്ക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഫസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ ഇപ്പൊ ഓക്കെ ആയിട്ട് ചെയ്യാറ്. ഓക്കെ, എത്ര ടേക്ക് വരെ പോവാറുണ്ട് ഇപ്പം സീരിയലില്? അങ്ങനെ കുറെ ടേക്കൊന്നും പോവാറില്ല ഇപ്പൊ സീരിയലില്. ചിലപ്പോ ഡയലോഗ് തെറ്റിയ ചിലപ്പോ റീടേക്ക് പോവും, ചിലപ്പോ എന്തെങ്കിലും അങ്ങനെ പോകുന്നല്ലാണ്ട് എപ്പോഴും റീടേക്ക് പോകാറൊന്നുമില്ല. ഈ മഴതോരും മുൻപേ സീരിയൽ സെക്ടറിൽ ഇപ്പം 7 മാസമായിട്ട് വർക്ക് ചെയ്യാണല്ലോ, അപ്പോൾ ഒരു ബെസ്റ്റ് ഒരു ഭയങ്കര ഒരു നമ്മളിങ്ങനെ ക്ലോസ് ടു മൈ ഹാർട്ട് എന്നൊക്കെ പറയുന്ന എന്തെങ്കിലും മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള, ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ള അങ്ങനെ ഒരു മൊമെന്റ് പറഞ്ഞാൽ എനിക്ക് റിസോർട്ടിലൊരു സീൻ ഉണ്ടായിരുന്നു. അതായത് ഞാനും കുറച്ച് നമ്മൾ 3 പേരായിട്ടുള്ള ഒരു സീൻ റിസോർട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ല മൊമെന്റ്സ് ആയിരുന്നു. നമ്മൾ എൻ്റെ ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു സീനായിരുന്നു. സീൻ ചെയ്യാനും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അതിൻ്റെ റിവ്യൂസും ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്തു. അത് നല്ലൊരു മൊമെന്റ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ ഫേവറേറ്റ്, അതായത് ലൊക്കേഷൻ ഫുഡ് എപ്പോഴും ഭയങ്കര ടേസ്റ്റിയാന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തൊരു ഫുഡ് ഏത് ലൊക്കേഷനിലായിരിക്കും? ഇപ്പോൾ ചെയ്യുന്ന ഡിസ്കോയിലെ ലൊക്കേഷൻ ഫുഡ് അടിപൊളിയാണ്. പിന്നെ ശുക്രനിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ ആയിരുന്നു. മൂവി ലൊക്കേഷനിലെ ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ്. ഓക്കെ, ഇപ്പോൾ കാസർഗോഡാണല്ലോ സ്വന്തം സ്ഥലം. ഇപ്പോൾ കറൻ്റ്ലി ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയല്ലേ? ഈ ഒരു 2 months ഒക്കെ ഇവിടെയാ. അപ്പം എങ്ങനെയാ കാസർഗോഡ് സ്ലാങ് വരുന്നില്ല?
അത് ഞാൻ ചിലപ്പോൾ ഞാൻ കൂടുതൽ കാസർഗോഡ് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. അങ്ങനെ ഇപ്പൊ മാറ്റി മാറ്റി പറയും. ഓക്കെ, പക്ഷെ എവിടെയെങ്കിലും ഒരു ടച്ച് വരില്ലേ? അത് വരും. ഇപ്പോ എവിടെയാന്നല്ല ചോദിക്കുക, ഞാൻ ഓർത്തു എന്നാ ചോദിക്കുക. ഇപ്പൊ ആരെങ്കിലും ഇവര് വന്നിട്ടില്ല ചോദിച്ചാ ഇപ്പൊ അവർ ഓർത്തു എന്നാ ചോദിക്കുക. അങ്ങനെയൊക്കെ ചിലത് ഇപ്പൊ വേർഡ്സ് ഒക്കെ കാസർഗോഡ് തന്നെയാ പറയാ. പക്ഷെ എന്നാലും ഒട്ടും പറയില്ല കേട്ടോ, കാസർഗോഡുള്ള ഒരാളാണ് എന്റെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിലേ ഞാൻ മഴതോറും മുൻപേ സീരിയലിനെ കുറിച്ചിട്ട് കാസർഗോഡ് ഭാഷയിൽ ഞാൻ ചോദിക്കാം. അതിന് കാസർഗോഡ് പക്ക നിങ്ങളുടെ സ്ലാങ്ങില് ആൻസർ പറഞ്ഞു. ഈ കാസർഗോഡ് തന്നെ, പക്ഷേ കാസർഗോഡ് ഈ കാഞ്ഞങ്ങാടിന് അങ്ങോട്ട് നീലേശ്വരം ചെറുത്തൂരും ഒരു സ്ലാങ്ങാ. ഈ കാസർഗോഡ് ഈ കുമ്പള ഉപ്പള ഒക്കെ വേറൊരു സ്ലാങ്ങാ. ഇതിന്റെ സെന്ററിലുള്ളതാ ഞാൻ. എനിക്ക് നോർമൽ ആയിട്ടുള്ള ഒരു സ്ലാങ് ആണോ? നീലേശ്വരം നമ്മുടെ കാവ്യമാധവന്റെ ഒക്കെ ഒരു ഇത്. ഓക്കെ, നോക്കാം. ഓക്കെ, ഇപ്പൊ മഴതോറും മുൻപേ സീരിയലിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? നല്ലൊരു സീരിയലാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സീരിയലാണ് മഴതോറും മുമ്പേ. അതിൽ ഞാൻ കൃഷ്ണചാറിനൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്, അതും എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെന്താ പറയാ, കാസർഗോഡ് സ്ലാങ്ങായിട്ട് എന്താ പറയാ, എങ്ങനെയാ മുത്തശ്ശിമാരും അമ്മമാരൊക്കെ എന്താ പറയാറ് കൃഷ്ണമോളെ കാണുമ്പോ? മുത്തശ്ശിമാരും അമ്മമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നിന്റെ അമ്മയോട് പറയണം ആ അലീനേനൊന്നും ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിച്ചുകൂടാ, അങ്ങനെയൊക്കെ പറയും. കുറെ ആൾ അതിലൊക്കെ തന്നെ ജീവിക്കുക സീരിയലിൽ തന്നെ. പക്ഷെ എന്നാലും കാസർഗോഡ് വരുന്നില്ല. ഞാൻ എന്ത് പറയണം നിങ്ങൾ ആലോചിക്കുക, കാസർഗോഡ് സ്ലാങ്ങിൽ എന്ത് പറയും? അപ്പൊ കാസർഗോഡ് നിന്ന് കുറെ നാളായിട്ട് മാറിയിരിക്കുന്നുണ്ടോ? ഇല്ല, 2 മാസമായിട്ട് പോയിട്ടേ ഇല്ല കാസർഗോഡ്. അലീനൊക്കെ കുറെ ഫാൻസ് ഉണ്ടല്ലേ? നല്ല ഫാൻസ് ഉണ്ട്. അലീന എന്താ, അതായത് പണ്ട് മുതലേ സീരിയൽസില് അതേപോലെ തന്നെ അല്ലേ? അതായത് പണ്ട് മുതലേ ആളുടെ ഇതിനു മുന്നത്തെ സീരിയൽസിലാണെങ്കിലും ലുക്ക് സെയിം അല്ലേ? നമ്മളിങ്ങനെ പറയോ മമ്മൂക്കൊക്കെ പ്രായാവില്ല എന്നൊക്കെ പറയുന്ന പോലെയാണ് അലീനക്കും പ്രായമാകും. അതെ, ജാനിക്കുട്ടി ആ ഒരു അതേ പോലെ തന്നെയാണ് കാണാൻ. അപ്പൊ ചോദിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഏയ്, അങ്ങനെ ചോദിച്ചിട്ടില്ല. ഈ അലീന ഫാൻസ് എന്താ പറയാ കൃഷ്ണമോളുടെ അടുത്ത് പുറത്തിറങ്ങുമ്പോ? ചോദിക്കും. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും റീൽസ് ഒക്കെ ഇട്ടാ അലീന എവിടെ, അലീനയെ കാണുന്നില്ലല്ലോ, അലീനയുടെ കൂടെ റീൽസ് ചെയ്യുന്നൊക്കെ കമന്റ്സ് വരും. അങ്ങനെ. ഓക്കെ, ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ഒരു ഫേവറേറ്റ് ഒരു ലൊക്കേഷൻ ഏതായിരിക്കും? സീരിയൽ ലൊക്കേഷൻ തന്നെയാണ് ഇപ്പോൾ ഫേവറേറ്റ്. ഇത് തന്നെ, കാരണം കുറെ മന്ത്സ് ആയല്ലോ ഞാനിവിടെ സീരിയലില്. പിന്നെ ശുക്രന്റെ ലൊക്കേഷനും നല്ല ഫേവറേറ്റ് ആയിരുന്നു, കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അവിടെ. അങ്ങനെ പൊതുവേ ഇങ്ങനെ, അതായത് വേറെ സീരിയൽ ഇടയ്ക്ക് ഇങ്ങനെ ചില സീരിയൽസ്, അതായത് ഒരു സീരിയലും വേറെ സീരിയലും തമ്മിൽ ഒരു കൊളാബ് പോലെ വരാറില്ലേ ചില സീരിയൽസ്? ഈ സീരിയൽ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ വരുവാണെങ്കിൽ ഏത് സീരിയലായിട്ട് വരണം എന്ന് ആഗ്രഹം? അങ്ങനെ വരുവാണെങ്കിൽ എല്ലാ സീരിയലും വരണമെന്നുണ്ട്. ഈ മഴതോറും മുമ്പേക്ക് മാച്ച് ആയിട്ടുള്ള സീരിയൽ ഏതാണോ? കുഴപ്പമില്ല. അതിനിടയ്ക്ക് ഞാൻ പവിത്രത്തിന്റെ പ്രൊമോ ചെയ്തായിരുന്നു, അപ്പോ ഇത് കൊളാബ് വന്നാ ഓക്കെ ആയിരിക്കും. സീരിയൽസിലെ ഏറ്റവും ഇഷ്ടം, അതായത് മഴതോറും മുൻപ് അല്ല, അല്ലാണ്ട് തന്നെ ഇപ്പൊ പൊതുവെ സീരിയൽസിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള, അതായത് ആക്ടേഴ്സ് ആക്ട്രസസ് എന്ന് പറഞ്ഞ കുറച്ച് പേരുണ്ടല്ലോ, അവരിൽ ഏറ്റവും ഇഷ്ടം അറിയാം? എനിക്ക് അങ്ങനെ ഈ സുരഭി ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. പവിത്രത്തിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഭയങ്കര പാവാണ്. അപ്പൊ പവിത്രത്തിലെ ചേച്ചിനെ ഇഷ്ടമാണ്. സിനിമയിലോ? സിനിമയിൽ അങ്ങനെ ഒരാളെന്ന് പറയാൻ പറ്റില്ല, എനിക്ക് കുറെ പേര് ഇഷ്ടമാണ് ആക്ടേഴ്സിനൊക്കെ. എന്നാലും എനിക്ക് ഈ ആക്ടറിന്റെ കൂടെ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം, ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. കിട്ടിയ ഭയങ്കര ഒരു ലക്കായിരിക്കും അത് അഭിനയിക്കാൻ കിട്ടിയ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ റോള് കിട്ടണം എന്നാണ് ആഗ്രഹം. മോഹൻലാലിന്റെ മോളായിട്ട് കിട്ടിയ നമ്മുടെ ദൃശ്യത്തിലെ എസ്തറിനൊക്കെ പോലെ കിട്ടിയ നല്ലതാ. ഇപ്പൊ ആക്ടിങ് അല്ലാണ്ട് വേറെ എന്തൊക്കെയാ? ഡാൻസ് വലിയൊരു ഹോബിയാണ്. ഒരു 9 വർഷമായി ഡാൻസ് പഠിക്കുന്നു, ക്ലാസിക്കൽ ഡാൻസ്. പാട്ട് പാടില്ല. പാട്ട് പഠിക്കാൻ ഒരു 2 ആഴ്ച പോയി, നിർത്തി. എനിക്ക് പാട്ട് വലിയൊരു താല്പര്യമില്ല. എന്നാലും പാടും, ഇങ്ങനെ ചില പാട്ടൊക്കെ പാട്ട് വെച്ചിട്ട് പാടും എന്നല്ലാണ്ട് അങ്ങനെ പാടും. അല്ലാണ്ട് ഹോബി ആയിട്ടല്ല പാട്ട്. ഇൻസ്റ്റാഗ്രാം ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് പേരൻസ് ആണല്ലേ? ഇൻസ്റ്റാഗ്രാം പേരൻസും ഞാനും 2 ഫോണിലും ഒരു അക്കൗണ്ടാണ്. അമ്മയുടെ എൻ്റെ ഫോണിൽ ഒരു അക്കൗണ്ട്. അപ്പൊ എങ്ങനെയാ ഇൻസ്റ്റാ മെസ്സേജസും കമന്റ്സ് ഒക്കെ ജാൻവി വായിക്കാറുണ്ടോ? ചിലവര് അധികവും മെസ്സേജസ് എനിക്ക് നോക്കണമെന്നുണ്ട്. ചിലവരൊക്കെ കൃഷ്ണമോളെ ഭയങ്കര ഇഷ്ടമാണ്, ഒരു റിപ്ലൈ തരുമോ, ഞാൻ സീരിയൽ എപ്പോഴും കാണും, അങ്ങനെയുള്ളവർക്കൊക്കെ റിപ്ലൈ കൊടുക്കും. ഞാൻ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് റിപ്ലൈ കൊടുക്കും.
ഓക്കെ. ഏറ്റവും വന്ന മെസ്സേജസിൽ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് തോന്നിയ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ? ഇതുപോലെ തന്നെ കുറേ പേര് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടറാണ്, ഞാൻ സീരിയൽ എപ്പോഴും കാണാറുണ്ട്, അങ്ങനെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്ന ഭയങ്കര ഇഷ്ടമുള്ളൊരു കമന്റ്സ് കുറെ വന്നിട്ടുണ്ട് അങ്ങനെ. ഓക്കെ. ഡാൻസ് ഇപ്പം എങ്ങനെയാ സ്റ്റേജിലൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ടോ? പ്രോഗ്രാംസ് കലോത്സവം ചെയ്യും. കലോത്സവം ഇപ്പോൾ ഞാൻ 5-നെങ്ങാനും സ്റ്റാർട്ട് ചെയ്തു കലോത്സവത്തിൽ പങ്കെടുക്കാൻ. ഏതാ ഐറ്റം ചെയ്യാം? ഞാൻ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഫോക്ക് ഡാൻസ്, മോണാക്ട് ഒക്കെ ചെയ്യും. ഓക്കെ. എന്തായാലും ജാൻവി ആക്ട് ചെയ്ത സിനിമകളുടെയും സീരിയലിൻ്റെയും ഒക്കെ പേര് പറയും. അപ്പൊ അതിൽ ഒരു ബെസ്റ്റ് മെമ്മറി ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ ഓക്കെ. മുഗൾ പരപ്പ്. മുഗൾ പരപ്പിന്റെ സെക്കൻഡ് മൂവി ആയിരുന്നു. അതായത് എനിക്ക് കുറച്ചും കൂടെ ആക്ട് ചെയ്യാനുള്ളത് മുഗൾ പരപ്പിലായിരുന്നു. കാരണം താത്തവളോട് പറഞ്ഞ മൂവിയിൽ കുറെ കുട്ടികളുടെ കുറെ പേരില്ല, അതിൽ പ്രത്യേകിച്ച് ആക്ട് ചെയ്യാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മുഗൾ പരപ്പിലായിരുന്നു ഞാൻ ഒരു ആക്ടിങ് എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അടുത്തത് മൈത്രിയിൽ ഞാനൊരു ഹെയർ ഡൊണേറ്റ് ചെയ്യുന്ന, അതായത് മുട്ട അഴിച്ച് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു ക്യാൻസർ രോഗിക്ക്. അപ്പൊ അങ്ങനെ മുടിയൊക്കെ കെട്ടിവെച്ച് മുട്ടയൊക്കെ പോലെ ആക്കി അങ്ങനെ ഉണ്ടായിരുന്നു ഒരു സീൻ ഉണ്ടായിരുന്നു. അങ്ങനെ അതാണ് ബെസ്റ്റ്. ഓക്കെ. ഓഷാന ആദിത്യ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. അപ്പൊ ആ ചേട്ടനോട് മുഗൾ പരപ്പിലും ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഓഷാനയിലും ഒന്നിച്ചായിരുന്നു. അവർ നല്ല കമ്പനിയാണ്. ഓക്കെ. റൈഫിൾ ക്ലബ് ആയിരുന്നു ഞാൻ കൂടെ കുറെ ആർട്ടിസ്റ്റ്, അതായത് വലിയ വലിയ ആർട്ടിസ്റ്റിനെ കണ്ടൊരു മൂവി റൈഫിൾ ക്ലബ്ബാ. പക്ഷെ എല്ലാവരും ഭയങ്കര വാണി വിശ്വനാഥ്, എല്ലാവരും നല്ല കമ്പനിയാണ്. അതിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. നമുക്കിങ്ങനെ ആരെ കോൺസെൻട്രേറ്റ് ചെയ്യണം നമുക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു മൂവി അല്ലായിരുന്നു അത്. ഫുൾ അടിയും അപ്പൊ അതിൽ തന്നെയാണ് ഞാൻ ഈ ഫസ്റ്റ് ഒക്കെ ഈ സ്റ്റൺസ് ഒക്കെ കാണുന്നത്. വെടി വെക്കുമ്പോ ഹനുമാൻ കൈന്റെ ചേട്ടനെ വെടി വെച്ചിട്ട് കരയുന്നൊരു സീൻ ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത റൈഫിൾ ക്ലബിലാണ്. എങ്ങനെയുണ്ട് ഹനുമാൻ കൈന്റെ അടുത്ത് നേരിട്ട് സംസാരിച്ചായിരുന്നു. പാവാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആരെയാ? ഭയങ്കര പാവം എന്ന് തോന്നിയത് ആരാ റൈഫിൾ ക്ലബില്? പാവം എന്ന് വെച്ചാൽ കൂടുതൽ കമ്പനിയായിട്ടുണ്ടായിരുന്ന ഈ റംസാനായിട്ടും നവനി ചേച്ചിയൊക്കെ നമ്മൾ ഒന്നിച്ചായിരുന്നു. രാത്രി നമുക്ക് അധികവും നൈറ്റ് ഷൂട്ടാ പോവാ. അപ്പൊ അന്താക്ഷരിയൊക്കെ കളിച്ചിരിക്കും നൈറ്റ്. അതിന്റെ ഒരു ലൊക്കേഷൻ എത്ര ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു? അതിൽ എനിക്കൊരു 15 days ഉണ്ടായിരുന്നു ഷൂട്ട്. ഈ ക്ലൈമാക്സ് സീനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നില്ലേ? കൊണ്ടുപോയല്ലോ, അതായത് റാഫി അങ്കിളിനെ കൊണ്ടുപോയല്ലോ, കുട്ടികളൊക്കെ കാറിൽ കൊണ്ടുപോയല്ലോ. അപ്പോൾ ഏറ്റവും ക്ലൈമാക്സിലെ സീനിലുണ്ടായിരുന്നു. ഐ മീൻ ആ ഷൂട്ടൊക്കെ കണ്ടായിരുന്നു? കാരണം അതിന്റെ ക്ലൈമാക്സ് ഭയങ്കര അങ്ങനെയല്ലോ. അപ്പൊ അത് നേരിട്ട് കണ്ട ഒരു എക്സ്പീരിയൻസ് കണ്ടായിരുന്നു. നേരിട്ട് ഷൂട്ട് അങ്ങനെ കണ്ടില്ല, പക്ഷെ ആ ഒരു സെറ്റ് കണ്ടു. ഫുള്ള് വെടി വെച്ചിട്ടുള്ള ചില്ലൊക്കെ പൊട്ടി അങ്ങനെയൊക്കെ അത് കണ്ടു. റിയൽ ഗൺസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു? റിയൽ ഗണ്ണാണോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ ചോദിച്ചോ? ഇത്രയും തോക്കുകൾ ഉണ്ടല്ലോ. ഞാൻ ചോദിച്ചത് റിയൽ ആണോ എന്ന് ചോദിച്ചു. അതായത് നമ്മ പോകുന്ന കാറില് ഒരു ഗണ്ണുണ്ടായിരുന്നു. അപ്പൊ അത് നല്ല വെയിറ്റ് ഉണ്ട്, പക്ഷെ റിയൽ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള ഒരു ഗണ്ണ്. ചോദിച്ചപ്പോ അവരെന്താ പറഞ്ഞു? ഞാൻ ചോദിച്ചപ്പോ റിയൽ അല്ലാന്നാ പറഞ്ഞത്. പറ്റിക്കാൻ പറഞ്ഞു. പേടിക്കണ്ട, അല്ലാന്നാ പറഞ്ഞത്. ഓക്കെ. എങ്ങനെയാ റൈഫിൾ ക്ലബിലേക്ക് വന്നത്? റൈഫിൾ ക്ലബിലേക്ക് വിളിച്ചത് തന്നെ ഒരാള്. അത് പിന്നെ എങ്ങനെയാണല്ലോ, ഓഡീഷൻ അല്ലായിരുന്നു, വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ പറഞ്ഞായിരുന്നു ഇത്രയും ആർട്ടിസ്റ്റുകൾ ഉണ്ട്, ഇങ്ങനെയൊക്കെ മൂവി ആണെന്ന് പറഞ്ഞു. ആഷിഖ് അബു ചേട്ടന്റെ മൂവിയാന്ന് പറഞ്ഞു. അപ്പൊ എന്തായിരുന്നു ഫീൽ ചെയ്തത്? നല്ല ഹാപ്പിയായി. കാരണം അത് വലിയൊരു സെറ്റാണല്ലോ, വലിയൊരു മൂവിയാണല്ലോ, കുറെ ആർട്ടിസ്റ്റും ഉണ്ട്. അപ്പൊ അങ്ങനെ പോയത്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് അതിപ്പോ നടന്നോണ്ടിരിക്കും അല്ല, ഡിസ്കോ നടന്നോണ്ടിരിക്കുന്നു. ടെക്സ്റ്റർ കഴിഞ്ഞു. അതൊരു തമിഴ് മൂവിയാണ് ടെക്സ്റ്റർ. അത് കൊടകിലായിരുന്നു ഷൂട്ട്. അപ്പൊ ഹരീഷ് പെരടി സാറിന്റെ കൂടെ ഒരു സീൻ ഉണ്ടായിരുന്നു, കരഞ്ഞ് സംസാരിക്കുന്നത്. അപ്പൊ അത് നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു. ഓക്കെ. ഇപ്പൊ നടന്നു ശുക്രൻ അതെ, സ്കൂളിലായിരുന്നു 5 ദിവസം ഷൂട്ട്. പക്ഷെ 5 ദിവസവും ഞാൻ അമ്മേനെ ഒന്നും കണ്ടിട്ടേ ഇല്ല. അവിടെ സെറ്റിലെത്തിയാൽ പിന്നെ ഇവര് ഫുഡ് കഴിച്ചിട്ട് കുറെ ഉണ്ടായിരിക്കും ഞാൻ ഫുഡ് കഴിക്കാൻ വന്നത്. അപ്പൊ അങ്ങനെ 5 ദിവസവും നമ്മൾ കുട്ടികൾ മാത്രമായിരുന്നു അധികം ഒന്നിച്ച്. ഓക്കെ. ഇപ്പൊ നടക്കുന്ന
ഡിസ്കോ ഷൂട്ട് വരുന്ന ഡിസ്കോ ആരുടെ മൂവിയാ? ഡിസ്കോ ഉല്ലാസ് ചുംബൻ ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന മൂവിയാണ്. ഓക്കെ, എന്തായിട്ട് ചെയ്യുന്നേ? അതിൽ ദേവ് മോഹനാണ് നായകൻ. അപ്പോൾ ചേട്ടൻ്റെ അനിയൻ്റെ ഫ്രണ്ടായിട്ട് ചെയ്യുന്നു. ഓക്കെ, മഴ തോരും മുൻപേ. മഴതൊരു മുമ്പേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നായികയുടെ അനിയത്തിയായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. നല്ല ഒരു ബെസ്റ്റ് മൊമെന്റ് എന്താ ഇതുവരെ ഉള്ളതിൽ? മഴ തോരും മുൻപിൽ ഞാൻ പറഞ്ഞു അതാ റിസോർട്ടിലെ ഓക്കെ, അപ്പോൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു. അത് ഓക്കെ, അടിപൊളി. ഇപ്പോൾ മൂവിയിലേക്ക്, അതായത് ഇത്ര മൂവീസ് ചെയ്തെങ്കിൽ നമുക്കൊരു ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടാവില്ലേ? എനിക്ക് ഇതുപോലത്തെ അല്ലെങ്കിൽ ഈ ക്യാരക്ടർ പോലത്തെ ഒരു ക്യാരക്ടർ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ചോദിച്ചു ചെയ്തായിരിക്കും. മറ്റേ അങ്ങനെ മകൾ മൂവിയിലെ ക്യാരക്ടർ ദേവികയുടെ. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്. എന്താ അങ്ങനെ ഇഷ്ടപ്പെടാൻ റീസൺ? അങ്ങനെ ഏകദേശം എന്നെ പോലെ തന്നെയാണ് ആ ഒരു ക്യാരക്ടർ. ദേഷ്യവും പക്ഷെ പാവമായിട്ടുള്ളൊരു ക്യാരക്ടർ. എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ആ മൂവിയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കൃഷ്ണമോള് ഭയങ്കര ദേഷ്യക്കാരിയാണ്? അല്ല, ഞാൻ ഈ സീരിയൽ മൂവിയുടെ മകൾ മൂവിയുടെ കാര്യമാണ് പറഞ്ഞത്. അല്ല, മകൾ മൂവിയുടെ ക്യാരക്ടർ അതേപോലെ എന്നല്ലേ പറഞ്ഞേ? ഇപ്പൊ ജാൻവി കുറച്ച് ദേഷ്യം അങ്ങനെയൊക്കെ ഉള്ളൊരു കുട്ടിയാണോ? ദേഷ്യം എന്ന് വെച്ചാൽ ദേഷ്യം അങ്ങനെ ദേഷ്യപ്പെടുന്നതെന്നല്ല, പക്ഷെ ചില സമയത്ത് ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആയി ദേഷ്യപ്പെടും. പാവാണ് ഇങ്ങനെ. എനിക്ക് പഠിക്കാൻ പറയുമ്പോഴാണോ അവിടുന്ന് തലയാട്ടുന്നത്? അമ്മേനോടാണോ ദേഷ്യപ്പെടുക? ഇപ്പൊ ഞാൻ പഠിക്കാനിരിക്കുക വിചാരിക്കും, പഠിക്കാനിരിക്കായിരിക്കും ഞാൻ. അപ്പൊ ബാക്കിന്ന് നീ പഠിക്കുന്നില്ല ഇതുവരെ എന്ന്. അപ്പൊ എനിക്ക് ആ പഠിക്കാനുള്ള മൂഡ് അങ്ങ് പോകും. അപ്പൊ ഇട്ടിട്ട് പോകും. അപ്പൊ അവിടെ അഞ്ചു പോകും. അങ്ങനെ ദേഷ്യം. ഏറ്റവും കൂടുതൽ വഴക്കേക്കുന്നത് ഈ ഒരു കാര്യത്തിലാണോ? പഠിക്കാൻ പറയുന്ന അത്യാവശ്യം വഴക്ക് കേൾക്കുന്ന കാര്യമാണ്. പഠിക്കുന്ന കുട്ടിയാണല്ലോ, പഠിക്കുന്ന കുട്ടിയല്ലേ? അതെ. പക്ഷെ അത് പറഞ്ഞാൽ മനസ്സിലാവൂല. അത് മനസ്സിലായി. ഓക്കെ, ഇപ്പം മകൾ അങ്ങനൊരു ക്യാരക്ടർ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഇങ്ങനൊരു ഈ ഒരു ഡയറക്ടറിന്റെ സിനിമയിൽ ചെയ്താൽ കൊള്ളാം അങ്ങനെ ഉണ്ടോ? എല്ലാ ഡയറക്ടേഴ്സും, എനിക്ക് ഡയറക്ടേഴ്സിനെ അതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ല. എന്നാലും എല്ലാ ഡയറക്ടേഴ്സും നല്ല ഡയറക്ടേഴ്സ് നല്ലൊരു മൂവി ചെയ്യണം തന്നെയാണ്. ഡയറക്ടേഴ്സ് എന്നല്ല, നല്ലൊരു മൂവി, നല്ലൊരു സ്റ്റോറി, നല്ലൊരു ക്യാരക്ടർ ചെയ്യണം. സിനിമകളൊക്കെ കാണുന്ന കൂട്ടത്തിലല്ലേ? എല്ലാ സിനിമകളും കാണാറുണ്ടോ? സിനിമ കാണും, പക്ഷെ അങ്ങനെ നല്ലോണം സിനിമ കാണുന്നില്ല. കാണണം എന്നുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ കാണാറില്ല. എന്നെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാറില്ല തിയേറ്ററിൽ. ലാസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ട സിനിമ ഏതാ? ശുക്രൻ. അതല്ലാതെ ഞാൻ ഇവിടുന്ന് പോയി ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെ കൂടെ മാജിക് മഷ്റൂംസ് കാണാൻ പോയി. നിങ്ങൾ എങ്ങനെ സീരിയല് ഒഴിവ് സമയങ്ങളിൽ നിങ്ങൾ എന്താ ചെയ്യാം എല്ലാവരും? അത് ഇതുപോലെ സിനിമക്ക് പോകും. ചില സമയത്ത് വീട്ടിൽ ഉറങ്ങി തീർക്കും, റീൽസ് ഒക്കെ എടുക്കും, അങ്ങനെ. ഓക്കെ, ഇപ്പം ഇത്രയും ആർട്ടിസ്റ്റുകളുടെ കൂടെയൊക്കെ ആക്ട് ചെയ്തല്ലോ, അപ്പം ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ട് ഫീൽ ചെയ്ത ഒരു ആക്ടർ ആരാ? ആക്ടറോ ആക്ട്രസോ? ബിപിൻ ചേട്ടൻ ഭയങ്കര പാവായിരുന്നു. ഞാൻ അത്ര പാവായിരുന്നു ഞാൻ വിചാരിച്ചില്ല, പക്ഷെ ഈ പ്രൊമോഷനൊക്കെ പോകുമ്പോൾ ഭയങ്കര കമ്പനിയായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ആക്ച്വലി ബിപിൻ ചേട്ടൻ ഭയങ്കര ഡൗൺ ടു എർത്താ. നമ്മള് സംസാരിച്ച് കഴിയുമ്പോൾ എന്ത് സിമ്പിളാ, പാവമായിട്ടുള്ള ഒരു ആളാ തോന്നും. ഈ ഫിലിം പ്രൊമോഷൻ ആദ്യമായിട്ട് പോകുന്നത് ശുക്രന്റെ അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ദിവസം ഇത്രയും ഇന്റർവ്യൂസ് കൊടുക്കുമ്പോൾ? ഒരു ദിവസം ഫസ്റ്റ് പോയപ്പോൾ 2-3 ഇന്റർവ്യൂസ് എങ്ങാനും ചെയ്തു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ പ്രൊമോഷന് കോളേജിൽ പോയപ്പോഴാണ്. ലോറിയിലൊക്കെ വന്നിറങ്ങി. ഈ ശുക്രനിലെ മെയിൻ ഒരു ക്യാരക്ടറായിട്ടുള്ള ഒരു സംഭവമാണ് ലോറി. അപ്പോൾ ലോറിയിൽ വന്നിറങ്ങുക, സ്റ്റേജിൽ കയറി സംസാരിക്കുക, അതൊക്കെ നല്ലൊരു കാര്യമായിരുന്നു. ഇപ്പം 8ലാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാവരും എല്ലാം സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അപ്പൊ വേറെ ആരെങ്കിലേക്ക് ഇങ്ങനെ പറയാറുണ്ടോ, അയ്യോ കൊച്ചിന്റെ ക്ലാസ് ഒക്കെ കളഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെ ആക്ടിങ്? പറയാറുണ്ട്. അതിനോട് എങ്ങനെയാ പ്രതികരിക്കുക? ഞാൻ മൈൻഡ് ചെയ്യാറില്ല അത്. ചില ഫ്രണ്ട്സ് കളിയാക്കും, ചിലവര് തന്നെ പറയും സ്കൂളൊക്കെ മിസ്സാവൂല, അങ്ങനെ പോയൊന്നും വേണ്ടെന്ന് പറയും. പക്ഷെ അത് മൈൻഡാക്കാറില്ല. ഇല്ല. ഓക്കെ, ഇപ്പം ഭയങ്കര ഒരു പാവം ക്യാരക്ടർ, പിന്നെ രണ്ടാമത് ഭയങ്കര ഒരു ഇമോഷണലി എപ്പോഴും, അതായത് അത്യാവശ്യം നല്ല രീതിയിൽ കരയേണ്ടി വരുന്ന ഒരു ക്യാരക്ടർ. രണ്ടാമത് ഭയങ്കര ഒരു വില്ലത്തീനെ പോലത്തെ ഒരു ക്യാരക്ടർ. അതായത് ആ ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് തല്ലാൻ തോന്നും.
ഇങ്ങനത്തെ 3 ക്യാരക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ ഏതായിരിക്കും സെലക്ട് ചെയ്യുന്നത്? ഞാൻ ഫസ്റ്റത്തെ പാവം ക്യാരക്ടർ തന്നെ ആയിരിക്കും സെലക്ട് ചെയ്യുക. എന്താ? എനിക്ക് പോസിറ്റീവ് ക്യാരക്ടർ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം ഉണ്ടാവും ഈ പോസിറ്റീവ് ക്യാരക്ടേഴ്സിനോടായിരിക്കും. അപ്പൊ അങ്ങനെ അത് ചെയ്യും ഞാൻ. അങ്ങനെയാണെങ്കിൽ ലാലേട്ടന്റെ പടത്തിൽ ഒരു ഭയങ്കര ഒരു ദുഷ്ടതയായിട്ടുള്ള ഒരു മോളുടെ ക്യാരക്ടറാണ് കിട്ടുന്നെങ്കിൽ മൂവിയിലാണെങ്കിൽ നെഗറ്റീവും ചെയ്യും. സീരിയൽ പോസിറ്റീവ് ഞാൻ പറഞ്ഞു. അതാ സീരിയലിൽ കൂടുതൽ കാണുന്നവരും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള അവരല്ലേ, അപ്പൊ അവർക്ക് ഈ പോസിറ്റീവ് ക്യാരക്ടേഴ്സിനോടായിരിക്കും ഇഷ്ടം. മൂവി പിന്നെ എല്ലാ ഏജിലുള്ളവരും കാണുന്നുണ്ടല്ലോ, അവർക്ക് മനസ്സിലാവും അഭിനയിക്കുകയാണെന്ന് മനസ്സിലാവും. എന്നാലും ഒരു ഭയങ്കര ഒരു ഇപ്പൊ മഴതോറും മുൻപേക്ക് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഭയങ്കര ഒരു ബിഗ് ബഡ്ജറ്റ് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പോവാണ്. ഒരു നല്ലൊരു ചാനല് ഇതുപോലത്തെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ അത് ചെയ്യും. സീരിയൽ ഞാൻ പറഞ്ഞേ, സീരിയലിൽ എനിക്ക് പോസിറ്റീവ് ക്യാരക്ടർ ചെയ്യാൻ ഇഷ്ടം. അപ്പൊ ഇതുപോലത്തെ ഒരു ബിഗ് ടീമിന്റെ കൂടെ വന്നാലും ചെയ്യില്ല? എന്ത് സീരിയലോ? സീരിയൽ ചിലപ്പോ ചെയ്യല്ലേ, പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ സീരിയൽ തന്നെ കുറച്ചധികം ഉണ്ടാവല്ലോ, അതുവരെ വേറെ സീരിയലൊന്നും ചെയ്യില്ല. പിന്നെ ലാലേട്ടന്റെ കൂടെ അഭിനയിക്കണം എന്ന് പറഞ്ഞു, അത് ഒരു മകളുടെ ക്യാരക്ടർ ഒക്കെ അല്ലേ. അല്ലാണ്ട് ഇപ്പൊ ഒരു ഹീറോയിൻ ആയിട്ട് വരുവാണെങ്കിൽ ആർട്ടാ ഹീറോയിൻ ആണോ? ഹീറോയിൻ ആയിട്ട് ഇപ്പൊ വിളിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് 13 ആയിട്ടുള്ള ഏജ്, അതുകൊണ്ട് ഇപ്പൊ പോണില്ല. കുറച്ച് വലുതായിട്ട് ആരുടെ കൂടെ ആക്ട് ചെയ്യാനറിയാം? എനിക്ക് സന്ദീപ് ചേട്ടന് ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്, നസ്ലീൻ ചേട്ടനെ ഇഷ്ടമാണ് ആക്ടിങ് ഒക്കെ. ഇപ്പൊ ആരുടെ ഹീറോയിൻ ആയിട്ട് വിളിച്ചേ? ഇപ്പൊ എനിക്ക് അറിയില്ല, അത് അമ്മയ്ക്കേ അറിയുള്ളൂ. നല്ല ക്യാരക്ടർ വിളിക്കുമ്പോൾ പക്ഷെ അത്രയും മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ടില്ല. ഒരു 2 വർഷം കൂടെ കഴിയട്ടെ എന്ന് പറയാം. കഴിയട്ടെ, ഓക്കെ. അമ്മ അച്ഛൻ എന്താ പറയാ ഒരു ആക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യുമ്പോൾ അവരെന്താ അഡ്വൈസ് ചെയ്യാ ജാനുവിന്? അവർ ക്യാരക്ടർ, അതായത് ഇപ്പോൾ സീൻ ചെയ്യുന്നതിന് മുമ്പേ പറയും നല്ല രീതിയിൽ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്ന് പറയും. പിന്നെ അച്ഛൻ അങ്ങനെ സെറ്റിൽ കൂടെ വരാറില്ല, പക്ഷെ അച്ഛൻ സീൻ കണ്ടിട്ട് പറയും നന്നായിട്ട് ചെയ്തെങ്കിൽ നന്നായിട്ട് ചെയ്തെന്ന് പറയും, ഇല്ലെങ്കിൽ അത് അങ്ങനെ ശരിയാക്കണം എന്നൊക്കെ പറയും. ഇപ്പോൾ ഒരു ക്യാരക്ടർ വരുന്ന സമയത്ത് ജാൻവിക്ക് അത് ഇഷ്ടപ്പെട്ടു, അപ്പോൾ അമ്മ അച്ഛനും പറയാം ഓ അത് നമുക്ക് വേണ്ട, അത് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇല്ല, എനിക്കിഷ്ടപ്പെട്ട വിടും. എനിക്കിഷ്ടപ്പെട്ട എന്നാ ചെയ്യാന്ന് പറയും, വിടും. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടു, ജാൻവിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ പോവില്ല, വിടില്ല, അത് പോകണ്ടവർ പറയും. ഇനിയിപ്പോ സീരിയല് കണ്ടിന്യൂ ചെയ്യാനാണോ ആഗ്രഹം, അല്ലെങ്കിൽ സിനിമയിൽ മാത്രം ഫോക്കസ് ചെയ്യാനാണോ ആഗ്രഹം? ഇപ്പോൾ ഈ സീരിയൽ എന്തായാലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് മഴതോറും മുമ്പേ. പിന്നെ എനിക്ക് 10th ഒക്കെ ആകുമ്പോൾ കുറച്ച് സ്റ്റഡിയിൽ ഫോക്കസ് ചെയ്യണം, പഠിക്കണം. +2 ഒക്കെ നല്ലോണം പഠിക്കണം. ഓക്കെ. ഞാൻ കേട്ടിട്ടുണ്ട് സീരിയൽസിലെ കോസ്റ്റ്യൂംസ് ഒക്കെ നമ്മൾ തന്നെയാണ് നോക്കേണ്ടതെന്ന്. അപ്പോൾ അതൊക്കെ ആരാ സെലക്ട് ചെയ്യുന്നത്? കോസ്റ്റ്യൂം ഓൺ കോസ്റ്റ്യൂം തന്നെ, അത് അമ്മയും ഞാനും കൂടി സെലക്ട് ചെയ്ത് എടുക്കും. അത് എങ്ങനെയാ? അത് കാരണം നമ്മൾ തന്നെ അല്ലേ അത് പേ ചെയ്യണ്ടേ, അപ്പൊ അതെങ്ങനെ മാനേജ് ചെയ്യാം? അത് നമ്മൾ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒന്നും അല്ല എടുക്കാം. നമ്മൾ മീഷോന്നോ ഫ്ലിപ്കാർട്ടിന്നോ അങ്ങനെ ഓർഡർ ചെയ്യും, കുറെ കോസ്റ്റ്യൂം കൂടി ഒന്നിച്ച് ഓർഡർ ചെയ്യും, അങ്ങനെ എടുക്കുന്നത്. അങ്ങനെ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നും എടുക്കാറില്ല. ഇല്ല. പിന്നെ കുറേ ഷെഡ്യൂൾസ് കഴിയുമ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യും, കോസ്റ്റ്യൂം റിപ്പീറ്റ് ചെയ്യാമോ? ഓക്കെ. എനിക്ക് ഇപ്പോഴാണോ അങ്ങനെ? കാരണം പണ്ട് സീരിയൽസിൽ ഞാൻ കേട്ടിട്ടുണ്ട്, സീനിയർ ആർട്ടിസ്റ്റുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതായത് ആ ഒരു സീൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വേറൊരു സീനിൽ ആ സെയിം സാധനം റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആ സീനിൽ ഇട്ടു, പിന്നെ ഞാൻ ഇടാറുണ്ട്, ഞാൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. സീരിയലിലെ കുറെ പേരും റിപ്പീറ്റ് ചെയ്യാറുണ്ട് ഡ്രസ്സൊക്കെ. ആണോ? അത് ആക്ച്വലി ഭയങ്കര ഒരു അടിപൊളിയല്ലേ? അല്ലെങ്കിൽ എന്തൊരു കുറേ വാങ്ങേണ്ട ആവശ്യം വന്നിട്ടില്ല. എനിക്ക് നൈറ്റ് ഡ്രസ്സൊക്കെ ഞാൻ കുറെ റിപ്പീറ്റ് ചെയ്യും. മറ്റേ നോർമൽ ആയിട്ടുള്ള കാഷ്വൽ ഡ്രസ്സൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നത് കുറവാണ്, എന്നാലും 2-3 ഡ്രസ്സൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ പൊതുവെ സീരിയൽസിൽ അഭിനയിക്കുന്ന ആൾക്കാർക്ക് കുറേ ഷെൽഫ് നിറയെ സാരികളുണ്ട്, കുറേ കോസ്റ്റ്യൂംസ് ഉണ്ട്. ഞാൻ ഇപ്പൊ പലരുടെ ഹോം ടൂറൊക്കെ നോക്കുമ്പോൾ വാർഡ്രോബ് ടൂറിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ ജാൻവിക്ക് വീട്ടിൽ എത്ര ഷെൽഫിൽ ഡ്രസ്സസ് ഉണ്ട് സീരിയലിന് വേണ്ടിട്ടോ? ഇപ്പൊ കുറെ സീരിയൽ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം പെട്ടിയിലാണ് എന്റെ ഡ്രസ്സ്. അങ്ങനെ സ്ഥലമില്ല, ഞാൻ പുറത്തെടുത്ത് വെക്കാറില്ല, പെട്ടിയിൽ വെക്കും. നമ്മൾ യൂസ് ചെയ്ത കോസ്റ്റ്യൂം മാത്രം പുറത്തെടുത്തിട്ട്, അതായത് നമ്മളിപ്പോ ഒരു ഷെഡ്യൂളിന് കൊണ്ടുപോയ കോസ്റ്റ്യൂം എല്ലാം യൂസ് ചെയ്യില്ലല്ലോ, അപ്പൊ അത് അതിൽ തന്നെ വെച്ചിട്ട് പിന്നെ പുതിയ കോസ്റ്റ്യൂം തിരിച്ച് വെക്കുകയുള്ളൂ, അതെടുത്ത് ഷെൽഫിൽ വെക്കാറില്ല. ഇല്ല. ഓക്കെ. നമ്മളിപ്പോൾ ഈ ഒരു ആക്ടിങ് ഇതിലേക്ക് വരുന്ന സമയത്ത് ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞ ഓക്കെ ജാൻവിക്ക് ഡാൻസ് മാത്രമല്ല ആക്ട് ചെയ്യാനുള്ള ഒരു ടാലന്റും കൂടി ഉണ്ടെന്ന്? എന്നെ ഫസ്റ്റ് ഞാൻ ഡാൻസ് ആയിട്ട് ഷോർട്ട് ഫിലിമിലാണ് എന്നെ വിളിച്ചത്. പ്രവീൺ ചേട്ടൻ
അപ്പോൾ ഞാനൊരു ഡാൻസ് കോമ്പറ്റീഷനിൽ ജയിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു അവൾക്ക് അഭിനയിക്കാൻ പറ്റും, ഷോർട്ട് ഫിലിമിലേക്ക് വിട്. അപ്പം അമ്മ പറഞ്ഞു അവൾക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ചേട്ടനാ പറഞ്ഞില്ല അവൾ ചെയ്യും വിട് എന്ന് പറഞ്ഞത് ആ ചേട്ടനാ, പ്രവീൺ ചേട്ടനാണ് അപ്പം എല്ലാത്തിൻ്റെ ഒരു തുടക്കം. എന്നെ ഒരു ആക്ടിങ് എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്നത് ചേട്ടനാ. അപ്പോൾ പിന്നീട് അമ്മ പറഞ്ഞു നന്നായി അന്ന് വിട്ടതെന്ന്. അന്ന് ചിലപ്പോൾ പോയിട്ടില്ലെങ്കിൽ ഇതുവരെ ഈ ഒരു ഫീൽഡിലേക്കൊന്നും വരില്ലായിരുന്നു. അങ്ങനെ ഷോർട്ട് ഫിലിമിൽ പോയിട്ടാണ് ഈ മൂവി പിന്നെ മൂവി ചെയ്യാമെന്നുള്ളൊരു രീതിയിൽ ഓഡീഷനൊക്കെ പോയത്. ഓക്കെ, ഇപ്പം ഓക്കെ അങ്ങനെ ഒരു ഓഡീഷനിലേക്ക് വന്നതല്ലേ? ശരി, ഇപ്പം തിരിഞ്ഞു നോക്കുന്ന സമയത്തെ ഓക്കെ ഞാൻ ആക്ടിങ് സെലക്ട് ചെയ്തത് നന്നായി എന്ന് തോന്നിയ ഒരു മൊമെൻ്റ് ഏതായിരിക്കും? സിനിമ സീരിയൽ ഇത്ര നാളും ആക്ട് ചെയ്തപ്പോൾ കൊള്ളാം, ആക്ടിങ് നന്നായി, ഞാൻ ഈ ഒരു വഴി തിരഞ്ഞെടുത്തതെന്ന് തോന്നിയത്. അതെ, ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ തന്നെയായിരുന്നു. ഫസ്റ്റ് മൂവി ഞാൻ കണ്ടതും മുഗൾപ്പരപ്പ് എന്ന് പറഞ്ഞൊരു മൂവിയാണ്. ആ ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ തോന്നി നന്നായി ഈ ഒരു ഫീൽഡിൽ വന്നതെന്ന്. ഈ ആദ്യത്തെ മൂവി നമ്മൾ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ അത് ഭയങ്കര സ്പെഷ്യലാണ്. എന്നുവെച്ചാൽ അത്രയും ആൾക്കാരുടെ ഇടയിലിരുന്ന സിനിമ ഒരു സീനെങ്കിലും ഒരു സീൻ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ അത് അത്രയും പ്രഷ്യസ് അല്ലേ? ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? ഭയങ്കര സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞോ? കണ്ണു നിറഞ്ഞൊന്നുമില്ല, പക്ഷെ എൻ്റെ എല്ലാവരും കുറച്ചധികം ഫാമിലി കൂടിയിട്ടാണ് പോയത് ഫസ്റ്റ് മൂവിക്ക്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. എനിക്കും ഭയങ്കര ഒരു ആദ്യമായിട്ട് ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു, പക്ഷെ കണ്ണ് പറഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ അച്ഛൻ? അമ്മ അച്ഛൻ ഞാൻ, പിന്നെ അച്ഛമ്മ ഉണ്ടായിരുന്നു, അമ്മയുടെ അച്ഛൻ. ഇപ്പോൾ തറവാട്ടിൽ വീട്ടിൽ തന്നെ നിൽക്കുന്നു. അപ്പൊ ജാനു ഒരാളാ? ഒരാളാ, ഒറ്റമോള. ഓക്കെ, അപ്പം ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ പ്ലാൻസ് പഠിച്ചിട്ടൊരു ജോലി വേണം. അതെന്താ, എന്തെങ്കിലും പ്രൊഫഷൻ കണ്ടുവച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ആക്ടിങ്ങിൽ തന്നെ ഫോക്കസ് ചെയ്യാനാണോ? എനിക്ക് ഡോക്ടർ ആവാൻ ഇഷ്ടമാണ്, MBBS പഠിക്കണം ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഡാൻസും കൊണ്ടുപോകണം. ഇത്രയും വർഷം പഠിച്ചതല്ല, അതെന്തായാലും കൊണ്ടുപോകണം. എനിക്ക് ആക്ടിങ്ങും കൊണ്ടുപോകണം. അങ്ങനെ ഓക്കെ, ഡോക്ടർ ആവാനാണ് അപ്പം ആഗ്രഹം? ഡോക്ടർ ജാൻവി ആയിട്ട് ഡോക്ടർ ആവാൻ ആഗ്രഹം. ഓക്കെ, അപ്പം എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഈ മഴതോറും മുൻപേൽ എത്ര എപ്പിസോഡ്സ് ഉണ്ടാവും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും ഈ ഒരു വർഷം എന്തായാലും പോവും. ഓക്കെ, അപ്പം എന്തായാലും സീരിയൽ അടിപൊളിയായിട്ട് പോട്ടെ. അപ്പോൾ കുറേ നല്ല സിനിമകളൊക്കെ ചെയ്യട്ടെ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.